അറിയാം ജാസ്മിന് കപ്പുണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടി സായി ഒരു കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ ഇങ്ങനെ ഒരു കുറെ കാര്യം. പിന്നെ സായും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വരട്ടെ, പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലും ഒക്കെ പ്രൂഫായിട്ട് വരാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ, കീറി അവരോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും വല്ല. സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സായി കൃഷ്ണൻ ജാസ്മിൻ്റെ ഏജന്റ് ആണോ എന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഞാൻ സ്നേഹയുടെ അഥവാ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ചാനലിൽ സായിയുടെ ഭാര്യ സ്നേഹ വീഡിയോ ചെയ്യുന്നത്. അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൽ ചോദിക്കുന്നുണ്ട്, സായി കൃഷ്ണന് നേരെ വരുന്ന ഈ അലിഗേഷൻ പറയുന്നവർക്ക് അതിൻ്റെ ഉത്തരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിടും, വെറുതെ ഒരു അലിഗേഷൻ മാത്രമായിട്ട് പറയരുത് എന്ന രീതിയിലാണ് സ്നേഹ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉത്തരം എന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല്, നമ്മുടെ സായി ജാഫർക്കന്റെ ഒരു കൊട്ടേഷൻ എടുത്തിട്ടാണ് ജാസ്മിനോട് എല്ലാ കാര്യവും പറഞ്ഞത്. ജാസ്മിൻ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയതാണ് സായി. അങ്ങനെ സായി ജാസ്മിൻ ഏജന്റ് ആണ്, മുല്ലപ്പൂവ് ഏജന്റ് ആണ് എന്ന രീതിയിൽ കുറെ സാധനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോ ഇതൊക്കെ പുറത്ത് വിട്ട യൂട്യൂബേഴ്സും എല്ലാവരെയും ഒന്നും ഞാൻ പറയില്ല. ആൾക്കാരെ നമുക്കറിയാം, എല്ലാവരും നമുക്ക് കാര്യമായിട്ടുള്ള എല്ലാ പരിചയവും ഞങ്ങൾക്കുള്ള ആൾക്കാരാണ്, ഞങ്ങൾക്ക് പേഴ്സണലി നല്ല അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ഒന്ന് പ്രൂഫൊക്കെ പുറത്തേക്കിടുന്നതാവും നന്നാവുക. കാരണം പല സ്ഥലത്തും ഇങ്ങനെ കേൾക്കുന്നുണ്ട് 45 മിനിറ്റോളം സായും ജാഫർക്കയും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജാഫർക്ക പറഞ്ഞു സായിനോട്, നീ ഇത് ചെന്ന് പോയി ജാസ്മിനോട് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നന്നാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്റെ അറിവിൽ സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവിൽ സായിന്റെ അമ്മായിയുടെ മോളൊന്നും അല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്നറിയാതെ വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം? സായി ഇപ്പൊ അവിടെ പോയിട്ട് ജാസ്മിനെ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ? സായിന്റെ ഗെയിം കളിക്കാൻ പോയതല്ലേ? സായി നിങ്ങൾ തന്നെ കണ്ടതാണ്, സായിക്ക് വലിയ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞു. ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആളെ ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഏതോ ഒരാളുടെ മകൾക്ക് വേണ്ടിയിട്ട് കപ്പ് നേടിക്കൊടുത്തു വരാൻ ശ്രമിക്കുവോ? എന്നാ പിന്നെ സായി പിന്നെ അങ്ങനെ നിന്നാ പോരെ, എന്തിനാ പിന്നെ സായി പോകേണ്ട കാര്യം? അല്ല, പിന്നെ കുറെ കണ്ടു സായി കണ്ടസ്റ്റന്റ് അല്ല, സായിനെ അവിടെ ബിഗ് ബോസ് വരെ കയറ്റി വിട്ടാണ് ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ല, ഈ ലോകത്ത് സായി മാത്രമേ ഉള്ളൂ അവിടെ പോയിട്ട്, സായി അവിടെ അല്ലാത്ത ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയാത്ത സായി മാത്രമേ ഉള്ളൂ അങ്ങനെ ഉള്ളത്. അല്ല, ഇങ്ങനെ കുറെ അല്ലെങ്കിൽ സായിനെ ഇപ്പൊ അങ്ങോട്ട് വിട്ടതാണ്. എന്താ പറയാ, ജാസ്മിന് കപ്പ് ഉണ്ടാക്കാൻ കൊടുക്കാൻ വേണ്ടി സായി ഒരു കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ ഇങ്ങനെ ഒരു കുറെ കാര്യം. പിന്നെ സായും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. വരട്ടെ, പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലും ഒക്കെ പ്രൂഫായിട്ട് വരാം. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിപ്പോ പറഞ്ഞൂടെ, എന്നാൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇവര് 10 മിനിറ്റ് സംസാരിച്ചു, അവര് 5 മിനിറ്റ് സംസാരിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ? അതിന് സത്യാവസ്ഥ പ്രൂഫ് ഉണ്ടെങ്കിൽ പുറത്ത് വിടുക, അത്ര തന്നെ ഉള്ളൂ. ബാക്കി സാധനങ്ങൾ ഞങ്ങൾ സായി വന്നിട്ട് നേരിടാൻ. സ്നേഹ ഈ ഒരു വീഡിയോ ചെയ്തതിന് സ്നേഹയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം സ്വന്തം ഭർത്താവിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറുപടിയാണ് ഈ പറയുന്ന ഭാര്യ എന്ന രീതിയിൽ സ്നേഹ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം തുടങ്ങുന്നത് തന്നെ എപ്പിസോഡ് 27ലേക്ക് പോകണം, ബിഗ് ബോസ്. കാരണം ജാസ്മിന് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്ത് നടക്കുന്ന ചില കാര്യങ്ങളുടെ ഇൻഡ് കൊടുക്കുന്നു, ബിഗ് ബോസ് വാണിംഗ് ചെയ്യുന്നു. ആ സമയത്ത് തന്നെ പലരും വീഡിയോ ചെയ്തപ്പോൾ, ഞാനടക്കം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് പുറത്ത് നടക്കുന്ന ചില വാണിങ്ങുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ജാസ്മിനെ അറിയിക്കാൻ വേണ്ടി ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ ഏൽപ്പിച്ചത് കൊണ്ടാണ് പറഞ്ഞതെന്ന്. കാരണം അതിൻ്റെതായ ഒരു ക്ലൂ അല്ലെങ്കിൽ ഇൻഡ് എന്ന രീതിയിൽ ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് അധികം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയണം. അതിനുശേഷം ഫാമിലി റൗണ്ടിൻ്റെ ഇടയിൽ നിന്നും പോകുന്നതിന് ശേഷം ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പ എയർപോർട്ടിൽ വെച്ച് ആര്യയെ സിബിനെ കാണുകയും ജാസ്മിനോട് ചില വിഷയങ്ങൾ പറയാൻ വേണ്ടി സീക്രട്ട് ഏജന്റിനെ ഏൽപ്പിച്ചിരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിനുശേഷം സിബിനും ആര്യയും കൂടി ചെയ്ത ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പയും ഈ പറയുന്ന സീക്രട്ട് ഏജന്റും തമ്മിൽ സംസാരിച്ച ഫോൺ സന്ദേശത്തിൻ്റെ 1 മിനിറ്റ് ദൈർഘ്യമുള്ളത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ തെളിവുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്, അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. വിവിയുടെ ചാനലാണ് ഇത് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിവിയും ഈ പറയുന്ന ജാസ്മിൻ്റെ വാപ്പയും സീക്രട്ട് ഏജന്റും ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ പേരിലാണ് ഈ ഫോൺ വിളിയും കാര്യങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ വിവിയെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഫോൺ വിളി ഉള്ളത് കൊണ്ട് തന്നെ വിവിയുടെ ഇതിൻ്റെ റെക്കോർഡ് മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട 1 മിനിറ്റിൻ്റെ വോയിസ് ഇപ്പോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എന്റെ പച്ചയ ഭാഷ സംസാരിച്ചോട്ടെ, പല
വലിച്ചു കീറി അവനോട് അന്തസ്സായിട്ട് പറയടാ, നീ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് വല്ല പെൺപിള്ളേരെ പാവാടത്തുമ്പി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോട് അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെ പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഉപ്പ. അതന്നെ ആ കാര്യം ഞാൻ അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഒന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ. ഈ ഒരു വോയിസ് കേട്ടില്ലേ, ഇതിലൊരു വാപ്പയുടെ വിഷമമാണ് അത് പറയുന്നത്. കാരണം മകള് അതിനുള്ളിൽ കാണിക്കുന്നതിന്റെ കാട്ടായങ്ങൾ പുറത്ത് അവൾക്ക് വളരെ മോശമായി വരും എന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബിഗ് ബോസിലേക്ക് പോകുന്ന ഒരാളെ തനിക്കറിയാവുന്ന ഒരു വ്യക്തി അതിനുള്ളിൽ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അയാൾ വിളിച്ച് പറയുകയാണ്, മോനെ നീ അതിൽ പോകുമ്പോൾ മകളോട് ഇത് പറയണം, പുറത്ത് വളരെ മോശമായ രീതിയിൽ നിനക്ക് ഭവിക്കും, നീ അതൊന്ന് ഓർക്കണം, മനസ്സിലാക്കണം എന്നത് ഒരു വാപ്പ പറയുന്ന ഒരു വിഷമമാണ്. അത് സായി കൃഷ്ണനും കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓക്കെ ഞാനത് പറയാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു ഗെയിമാണ്, ഒരു ഗെയിമിൽ ഞാനൊരു കണ്ടസ്റ്റൻ്റാണ് പോകുമ്പോൾ എനിക്ക് അതിന് പരിധികളുണ്ട്, എന്നാൽ പോലും ഞാനിത് അറിയിക്കാൻ ശ്രമിക്കാം എന്നത്. അതാണ് സായി കൃഷ്ണൻ കാണിച്ചത്. ഇതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, പകരം ഇങ്ങനെയൊരു സംഭവം ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നത് ഇല്ല എന്ന് പറയുന്നവർക്കുള്ള തെളിവ് എന്ന രീതിയിൽ മാത്രം കാണിക്കുന്നതാണ്. പിന്നെ ഗബ്രി പാവം ഇപ്പം പലയിടത്തും വന്നിട്ട് ഈ പറഞ്ഞ ജാസ്മിനെ വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഗബ്രിയോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ പറഞ്ഞാലും നിങ്ങളുടെ ആ കോമ്പോ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നത് ഇത്രമാത്രം പറയുന്നുള്ളൂ. ഇതിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ജാസ്മിൻ്റെ വാപ്പ കാണിച്ചത് ഒരു മകളോടുള്ള സ്നേഹവും അതേപോലെ തന്നെ മകൾക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്നതിൻ്റെ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ മകളോടുള്ള സ്നേഹം മാത്രമാണ് ആ വാപ്പ കാണിച്ചത്. ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് കാണിച്ചത് തനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് അതിനുള്ളിലുള്ളതിനോടൊപ്പം തന്നെ ഒരു വാപ്പ തൻ്റെ മകളോടുള്ള സ്നേഹവും പരിഗണനയും ആണ് കാണിച്ചത് മനസ്സിലാക്കിയിട്ട് കൊടുത്തൊരു ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. സ്നേഹ കാണിച്ചത് തൻ്റെ ഭർത്താവിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നടക്കുന്ന ആരോപണങ്ങൾക്കുള്ളൊരു ചോദ്യമാണ് സ്നേഹ കൊടുത്തത്. കാരണം സ്നേഹക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം അറിയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിട് എന്ന് മാത്രം പറഞ്ഞു സ്നേഹ ചെയ്തു. വിവി ഈ വോയിസ് പുറത്തിടാൻ കാരണം എന്ന് വെച്ചാൽ വിവി ഈ കാര്യങ്ങളുടെ ഇടയിലുണ്ടെന്നും ഇതിന് ഉത്തരമൊക്കെ ഉണ്ടായിട്ടും വിവിയെ ഒരു മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നു. കാരണം വിവി ആദ്യം ഈ പറയുന്ന ജാസ്മിന് PR എന്നൊക്കെ ഞാനടക്കം പറഞ്ഞാണ്. കാരണം ജാസ്മിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ജാസ്മിൻ്റെ അതിനുള്ളിലെ കളി മോശമാണ് എന്നതുകൊണ്ട് തന്നെ വിവി പിന്നെ തിരിയുകയാണ് ചെയ്തത്. അപ്പോൾ വിവിയെയും കുറ്റപ്പെടുത്താൻ കാര്യമില്ല. കാരണം വിവിയെ ഇപ്പോൾ കള്ളനാണ്, പൊട്ടനാണ്, അതാണ് ഇതാണ് ചതിയനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തൻ്റെ ഭാഗം ക്ലിയർ ആക്കുകയാണ് വിവി ചെയ്തത്. ഇനി ഞാനാണ് തെറ്റുകാരൻ അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യും.